എന്റെ പൊന്നച്ചമ്മ എന്നത് ഞാൻ അകത്തോട്ട് കയറി പോട്ടെ. നീ അവിടെ നിക്കടാ. വേണ്ട വേണ്ട അവിടെ നിക്ക്. ഇതെന്ത് കഷ്ടാ. വേണ്ടപ്പെട്ടവർ വരട്ടെ, എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാം. എന്റെ വേണ്ടപ്പെട്ട ആൾ ഞാൻ തന്നെ. അപ്പൊ ഞാൻ അകത്തോട്ട് കയറി പോകും. എടാ നിനക്ക് എന്താ ചോദിക്കാനുള്ളതും കൊടുക്കാനുള്ളതും കൊടുത്തു. കൊടുക്കണൊക്കെ തരാൻ പോണോ? സ്വത്തൊക്കെ വീതം വെച്ചാ നീ വേറെ തന്നോ? എനിക്ക് ചോദിക്കാനല്ലടാ മക്കളെ തരണം, എനിക്കിട്ട് തരാനാണ്. നീ എന്തുവാടാ പറഞ്ഞേ? കിളവന്മാരായുമ്പം അവിടെ ഏഷണി കയറ്റലും ഈ പാരവയ്പ്പൊക്കെ ഉണ്ട്. നീ എത്ര കിളവനായിട്ടാടാ നീ ഈ കള്ളത്തിലൊക്കെ നടന്ന് അമ്മാവനെ വിളിച്ച് പറയാൻ പോയത്? അപ്പൊ അച്ഛൻ അമ്മാവനെ വിളിച്ചല്ലേ എഴുന്നള്ളിച്ചല്ലേ? ഞാൻ പറഞ്ഞല്ലേ അമ്മാവനെ വിളിക്കല്ലേന്ന്. നീ പറഞ്ഞ കേൾക്കാതിരിക്കാണോ ഞാൻ? ഇവൻ ചെയ്ത പണി എന്താണെന്നറിയോ? ഇവൻ ഈ ഏഷ്യനെയൊക്കെ വെച്ചതിന് ശേഷം അമ്മ ഇവിടെ ഒന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഞാൻ അറിയരുത് ഇവനെ പാര വെച്ചെന്ന്. അതിനുവേണ്ടി ഇവൻ എന്നെ മാറ്റി നിർത്തി പറയാണ് അമ്മാവനെ വിളിക്കരുത്, അമ്മാവനെ വിളിച്ചു കഴിഞ്ഞാൽ അത് അച്ഛന് ദോഷം ചെയ്യും, അച്ഛന്റെ പേര് ചീത്തയാവും. എടാ കള്ള നിന്നെ ഞാൻ വെച്ച് കീഴ്ചിത്ത ഞാനാ. എന്നെ പറ്റി അപാദം പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്റെ ആകളോട്. ഞാൻ അപവാദം പറയാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല. അമ്മ എന്നെ വിളിച്ചിട്ട് മറ്റേ ചക്കപ്പ മൈദയുടെ നമ്പർ ചോദിച്ചു. ചക്കപ്പ മൈദയുടെ നമ്പർ ചോദിച്ചെങ്കിൽ ഇങ്ങനെയാണോ പറയേണ്ടത്? നമ്മൾ ചോദിച്ചാൽ നമ്പർ ചോദിച്ചിട്ട് അങ്ങനെ ഫോൺ വെച്ചാൽ പോരെ? പന്നെ കളവനാണെങ്കിൽ പിന്നെ പന്നെ കളവെന്ന് പറഞ്ഞാൽ ചവിട്ടി കൂട്ട ഞാൻ. എന്നാ അച്ഛന്റെ അമ്മാവൻ എന്നെ വിളിച്ചിട്ട് ചുമ്മാ അങ്ങ് ചൊറിഞ്ഞു ഫോണിൽ കൂടെ. നിന്നെ എന്ത് വേല പറഞ്ഞത്? അങ്ങനെ പറയാം. എനിക്ക് PSC കിട്ടാൻ പോകുന്നില്ല, സ്വത്ത് കിട്ടാൻ പോകുന്നില്ല, സരിതയുടെ മോള് ബ്രില്യൻ്റ് ആണ്, അവളെല്ലാം കൊണ്ടുപോകുന്നു. ആഹാ അത് എന്നെ പിടിച്ച് പറയാറുള്ളതാ. അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ എന്റെ മക്കളെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും പരിദൂഷണം പറഞ്ഞില്ല പണിപാടി? എന്നിട്ട് പറയാം എനിക്ക് അച്ഛന്റെ ബുദ്ധി, അതാണ് ഞാനിങ്ങനെ മോണയായിട്ടിരിക്കുന്നത്. എന്തുവാ ഇത്? ഒരാള് കൊള്ളാലോ അമ്മാവൻ. എന്നാൽ എന്നെ പറ്റി പറഞ്ഞ അത് എനിക്ക് അതറിയാട്ടത്. എന്നെ പറ്റി എന്താ പറഞ്ഞത്? അപ്പൊ അത്ര എന്നെ കുറിച്ച് ഇങ്ങനെ പോണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും തിരിച്ചു പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു അച്ഛമ്മ എന്നോട് പറഞ്ഞല്ലോ അമ്മാവൻ സ്വത്ത് മൊത്തം മടക്കി വെച്ചേക്കും, അച്ഛമ്മക്കൊന്നും കൊടുത്തിട്ടില്ല, മോശമല്ലേ, കഴിവുണ്ട സ്വത്ത് എഴുതി കൊടുക്കാൻ പോകും. ഇനി എന്നെ പറ്റി അങ്ങനെ അങ്ങാനും പറഞ്ഞ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി കൊടുക്കും കേട്ടല്ല. അച്ഛന്റെ കഴിഞ്ഞ ഒരു കാര്യം നീ ഓർത്തണം, ഇനി എന്നെ കുറിച്ചോ പുഷ്പയെ കുറിച്ചോ നമ്മൾ 4 പേരെ ഈ 6 പേരെ കുറിച്ചോ നിങ്ങൾ മക്കളെയും കൂടെ ചേർത്ത് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ, എന്ത് ഏഷണി കയറ്റിയിട്ടാലും എന്ത് പാര വെച്ചിട്ടാലും നീ അവരെ തകർത്ത് കളയണം. ഞാനുണ്ടാ നിന്റെ കൂടെ. അന്യ അമ്മാവനെന്നോ കൊച്ചെന്നോ ഒന്നുമില്ല. ആര് പാര വെച്ചാലും തിരിച്ചു 4 ഇരട്ടി പാര അങ്ങോട്ട് വെച്ച് കൊടുത്തോളാം. നിനക്ക് ക്ഷീണം ഉണ്ടല്ലേ? അടിവേനെടുത്താ? ഇല്ല, നല്ല സുഖമാണ്. പോയി ചായ കുടി. പന്ന കളവൻ. പന്ന കളവല്ല, പരട്ട് കളവൻ. പോയി ചായ കുടിടാ. കളി നമ്മുടെ അടുത്താ. 2 ഇട്ടും വച്ചിട്ടുണ്ട് ഞാൻ. ഏടാ ഒരു അബോധം പറഞ്ഞോണ്ട് നടക്കണേ. എന്നെ ചുമ്മാ ചൊറിയാൻ വരുവാണ്. ഏത് അമ്മാനാണോ ഞാൻ നോക്കൂല, ഞാൻ വായി തോന്നൊക്കെ വിളിച്ചു പറയും. നീ വായെ തോന്നുന്നു വിളിച്ചു പറഞ്ഞു, പക്ഷെ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടില്ല. ചേച്ചിയെ പറ്റി ഞാൻ എപ്പോഴും അബോധം പറയുന്നത്. ഹലോ ഗൈസ്, ചായ കുടിക്കാ? അല്ല, ജ്യൂസ് കുടിക്കുക. ഓ നിങ്ങൾക്കറിയാം അടുത്ത ആഴ്ച ഞാനിവിടെ ഉണ്ടാകത്തില്ല. നാട് വിട്ടു പോവാ? നാട് വിട്ടൊന്നും അല്ല, ഞാൻ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നല്ല AC കൊണ്ടങ്ങ് ഇരിക്കുമായിരിക്കും. അടുത്ത ആഴ്ച ഞാനും ഇവിടെ ഉണ്ടാകത്തില്ല. ഞാനും കാണൂലടി. നീ എങ്ങും പോണില്ല, നീ ഈ മൂലക്കാണ് ഇരിക്കണുണ്ടാവും, ചൂടും കടിച്ച് വേർത്ത് ഒലിച്ച്. ഞാൻ ഈ മൂലക്കാണ്, നീ ഈ മൂലക്ക് തന്നെയാണോ എൻ്റെ കൂടെ? ഞാൻ ഒരു മൂലയ്ക്കും ഉണ്ടാവത്തില്ല. ഞാൻ ആ ഹോട്ടലിൽ നല്ല ഷെഫുമാരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ടെസ്റ്റ് ചെയ്ത് അങ്ങ് തീർക്കാണ്ടിരുന്നാ മതി. തീർക്കാൻ ഞാൻ തീറ്റ പണ്ടാരല്ല ചിലവരെ പോലെ. ആരാണ് ഇവിടെ തീറ്റ കൊതിച്ചെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല, നിനക്ക് അവിടെ എത്രയാ സാലറി? ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണെന്നാണ് തോന്നുന്നത്. 1 ലക്ഷം വരെയാ? ചുമ്മാ ടെസ്റ്റ് ചെയ്താനാ? നീ എന്താ വിചാരിച്ചേ? സാലറി കിട്ടുമ്പോ എന്നൊക്കെ നീ ഓർക്കണം കേട്ടോ. റെസ്പെക്ട് ചെയ്യണം എന്നെ. നിന്നെ എനിക്ക് ബഹുമാനം ഉണ്ടല്ലോ, ആരാ ഓർന്നില്ലെന്ന്. ഇവിടെ ഇങ്ങോട്ട് വാ. വേണ്ട, അത്ര ഇറക്കം മതി, അത്ര റെസ്പെക്ട് ഒക്കെ മതി. വല്ലാണ്ട് നകളിക്കല്ലേ. ആദ്യം ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടട്ടെ. ഇന്റർവ്യൂ ഒക്കെ ഡമ്മിയാണ്. അപ്പച്ചി എല്ലാം പറഞ്ഞ് സെറ്റാക്കി. വെറുതെ അല്ലല്ലേ അപ്പച്ചിയുടെ വാലുമ്പോ തൂങ്ങി കിടക്കണേ. പിന്നെ ചേച്ചി എന്താ വിചാരിച്ചത്? കാര്യം നടക്കാനേ കഴുതക്കാലും പിടിക്കണമെന്നാ. ആരാ കഴുത? അപ്പച്ചി. എടാ, ഈ ജോലി കിട്ടിക്കഴിഞ്ഞാലേ അപ്പച്ചിക്ക് കൊടുക്കാനുള്ള എല്ലാ പണിയായിട്ട് കൊടുക്കുന്നുണ്ട്. നീ അവളെ കൊള്ളാലോടി. എന്ത് ചെയ്യേ? ജോലി കിട്ടട്ടെ, നോക്കാം. ജോലിയൊക്കെ കിട്ടും. ഞാനേ പോയി എന്തെങ്കിലുമൊക്കെ 4-5 അക്ഷരം പഠിക്കട്ടെ. ഡമ്മി ആണെങ്കിലും ഇന്റർവ്യൂന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അവളുടെ കുരുട്ടുബുദ്ധി കണ്ടാ ചേച്ചി, അപ്പച്ചിക്കിട്ട് എന്തായാലും പാണി കിട്ടുമെന്ന് ഉറപ്പാ.
അപ്പച്ചി അവക്കിട്ട് പണി കൊടുക്കാണ്ടിരുന്നാ മതി. ഏയ് ഏയ് എടി ഇന്ന് എന്നാടി കൂട്ടാൻ? എന്തെങ്കിലും ഉണ്ടാക്കണം. ഓ നീ എന്തുണ്ടാക്കിയാലും ഒരേ സാധു തന്നെയാ. ഇത് നല്ലോണം വെട്ടി വീഴുന്നുണ്ടല്ലോ. എൻ്റെ ജീവൻ നിലനിൽക്കണ്ടേ? അത് വേണല്ലേ ചത്തു പോവമ്മേ. ഡിയേ നിന്റെ മോള് 5 സ്റ്റാർ ഇന്റർവ്യൂവിന് പോയിട്ട് നിന്നെ വിളിച്ചായിരുന്നോടി? എന്നെ ആരും വിളിച്ചൊന്നുമില്ല. എൻ്റെ മോള് കാരണം നിന്റെ മോക്കൊരു ജീവിതം കിട്ടി. അല്ല അമ്മേ, അമ്മയുടെ മോളെ ജീവിതം എന്താ രക്ഷപ്പെടാത്തെ? എടി നന്ദി കാണിച്ചില്ലേലും നന്ദിയോട് കാണിക്കരുത് കേട്ടോ. തൈരുണ്ട് ഇവിടെ? തൈരാ? തൈര് ഇവിടെ തൈരും മോരൊന്നുമില്ല. എന്തിനാടി നിനക്ക് തൈര്? ലസ്സി ഉണ്ടാക്കാറമ്മ. ഞാൻ ഉണ്ടാക്കി തരാം മക്കളെ. ചേച്ചി ചേച്ചി ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫിന്റെ അമ്മയാണല്ലോ. ഭയങ്കരം തന്നെ. എടി ഇവളോടൊക്കെ എന്തിനാടി മിണ്ടാൻ നിൽക്കുന്നത്? 5 സ്റ്റാറിനെ പറ്റി വല്ല ഇവക്ക് വല്ലതും അറിയാം? ജോലിയും കൂലിയില്ലാത്ത ഒരാൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരു സഹായം ചെയ്തു. അതിപ്പോ ഇത്ര വലിയ തെറ്റാ? ഇത്ര പുച്ഛം പാടില്ല. എൻ്റെ മോള് കാരണം അവൾക്കൊരു ജോലി കിട്ടിയല്ലേ നിന്റെ മോൾ ഇവിടെ ചൊറിയും കുത്തിയിരുന്നേനെ. അതിന് ഞാൻ തുള്ളി കളിക്കണ? നീ അവിടെ നിന്ന് തുള്ളി കളിക്കും. നന്ദിയില്ല, ഒന്നുമില്ല. ഒരു നന്ദിയില്ലടി. നന്ദി എന്ന് പറയുന്നത് അവിടെ. അല്ല, നന്ദി കാണിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, എനിക്ക് ആരും നന്ദിയൊന്നും വേണ്ടേ. ഒരു നല്ല കാര്യം ചെയ്തവരാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഓ, ഇനി അതും പറഞ്ഞ് ഞാൻ ആരെ ചൂഷണം ചെയ്യാനും പോണില്ല. അല്ല, നിന്റെ ചൂഷണം ചെയ്ത് ഞാൻ കുറെ കണ്ടതാ. എന്ത് കണ്ട്? കണ്ട തന്നെയാന്ന്. ഇവരൊക്കെ ആര് സംസാരിക്കാൻ? നീ അതിനോട് മിണ്ടാൻ പോണ്ട. തൈര് അത് ഞാൻ ഉണ്ടാക്കി തരാം. മക്കൾ പോലും ഞാൻ ഉണ്ടാക്കി തരാം. ചെല്ല്. ഭയങ്കര ചൂട്. അതെന്നെ. കുറച്ചേരം ഞാൻ ഫാനിന്റെ ചോട്ടിൽ നിൽക്കട്ടെ. ഉണ്ടാക്കി തരില്ലേ? തരും തരും. ചേച്ചി എന്താടാ? അവളെ ഒന്ന് വിളിച്ചു നോക്കാം എവിടെ നിന്ന്. പിന്നെ എന്നിട്ട് വേണം അവളെ പൊങ്ങിച്ചുമ്പോ ഞാൻ കേക്കാൻ. എന്നെ കൊണ്ടൊന്നും വയ്യ. എന്തൊരു കുശുമ്പോ അത്. എടാ, നിനക്ക് വേണമെങ്കിൽ നീ വിളിച്ചോ. എടി എന്തുവാ എടി നിനക്ക് ഒടുക്കത്തെ ഭാഗ്യം. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു വിളിക്കുക. എന്തുവാ ഇരി എന്തേ? അപ്പച്ചി എടി കൃഷ്ണ, നിനക്ക് വലിയ ജോലിയൊക്കെ കിട്ടിയല്ലോ. നിനക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി മേടിച്ചെന്ന ഈ അപ്പച്ചി നീ മറക്കരുത്. ഇവക്ക് വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി മേടിച്ചു കൊടുത്ത് അപ്പച്ചി ഇവിടെ ഒരിക്കലും മറക്കത്തില്ല കേട്ടാ. അപ്പച്ചി എന്താ ആളെ കളിയാക്കുവാണോ? ചോദ്യം ചെയ്യണം എന്നെ. വേണേ നിനക്ക് ജോലി മേടിച്ചെന്ന അവളോടാണോ തട്ടിക്കറന്ന്? ആ തട്ടുകടയാണല്ലോ അപ്പച്ചിയുടെ 5 സ്റ്റാർ ഹോട്ടല്. ആ തട്ടുകടയുടെ പേരെന്താ? ശരിയാ മോളെ, 5 സ്റ്റാർ. ഇതിന്റെ 5 സ്റ്റാർ ഹോട്ടൽ. ഞാൻ അവളെ കളിയാക്കൊന്നുമില്ല. ആ തട്ടുകടയുടെ പേര് 5 സ്റ്റാർ ഹോട്ടൽ. അത് നടത്തുന്നത് എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവ്, അവരെ 3 മക്കളും. 5 സ്റ്റാർ. 5 സ്റ്റാർ അല്ല, 5 ഫൂൾസ് ഇഡിയറ്റ്സ്. പിന്നെ 50,000 രൂപ 1,00,000 രൂപ സാലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്തിനാ? 50,000 1,00,000 രൂപയൊക്കെ സാലറി വാങ്ങാനുള്ള യോഗ്യത നിനക്കുണ്ടോ മോളെ? നീ എന്തോ പറയുന്നത്? ചേട്ടാ, ഞാൻ അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു 5 സ്റ്റാറിൽ. ഞാൻ ജോലി വാങ്ങിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. എന്റെ മോള് പറഞ്ഞതാ. പറ്റിയ അമ്മയും മോളും. മോളല്ലേ പറഞ്ഞത് സാലറി കിട്ടിക്കഴിഞ്ഞാൽ മോള് പറയുന്നതെല്ലാം അമ്മ അനുസരിക്കണം എന്ന്. അതൊക്കെ വിട് പുഷ്പ, ഒരു ചായ ഇട്ടാടി, ഭയങ്കര തലവേദന. അയ്യോ, 5 സ്റ്റാർ ഷെഫിനോട് പറ നിങ്ങള്. എന്തോന്നാടി, നിന്റെ മകള് തന്നെയല്ലേ, ഒരു ചായ ഇട്ട. ഞാനിടുന്ന ലോക്കൽ ചായ മതിയാവോ നിങ്ങൾക്ക്? നീ ഇടുന്ന ലോക്കൽ തറ ചായ മതി. ബാ, എന്റെ മോക്കും എടുക്കട്ടെ ഒരു ചായ? വേണ്ട. അല്ല, നല്ല പാലൊഴിച്ചിട്ട്. വേണ്ട, ക്ഷീണം മാറും. അങ്ങനെ പറയല്ല. നീ വാ. ബാന്ന് നമുക്ക് മോക്കും ചായ എടുക്കാം. എന്നെ ഒന്നും പറയല്ലേ ദൈവേ. അയ്യല്ല, എന്റെ അമ്മോ, 50,000 രൂപ സാലറിയുടെ 50,000. 1,00,000. ടാക്സ് കൂട്ടാതെ 50,000. പിന്നെന്താ ടേസ്റ്റിംഗ് ഫുൾ ടൈം ടേസ്റ്റിംഗ്. ഫുഡ് ടേസ്റ്റ് ചെയ്യല് തന്നെ പണി. വേറെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. പക്ഷെ ഞാനും അവിടെ ഒന്ന് വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. നമ്മുടെ ചായക്കെല്ലാം 1000 രൂപ കേട്ടാ. ആയിരിക്കും സ്വർണ്ണ കപ്പിലൊക്കെ ആയിരിക്കും ചായ കൊടുക്കാൻ. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എന്തെറ്റി?
വിഷമായ വിഷമിക്കണ്ട, കുഴിയിൽ പോയില്ല, വിഷമിക്കണ്ട കേട്ടാ. എന്തായാലും എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ. ഇല്ല മോളെ, നിനക്ക് വേറെ ജോലി ശരിയാക്കി തരാം. ആണോ? വേറെ ഏത് ജോലി അപ്പച്ചിക്ക് ഉള്ള ഇനി? പൊറോട്ട അടിക്കാൻ വേക്കൻസി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അല്ല, നീ കൂടുതൽ എന്നിട്ട് കളിയാക്ക. എന്നെ വെക്കിട്ട് കറാടി പൊടി. നീ സമാധാനപ്പെടുക, നിനക്ക് ജോലി വായിച്ചാ പോരെ. ശരിക്കല്ലേ അപ്പച്ചി കൂടുതൽ? എടി, ഒരു ഇന്റർവ്യൂ ഒരു എക്സ്പീരിയൻസ് ആയില്ലേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. സാരല്ല മോളെ. മതിയുടെ കളിയാക്കിയത് ഒന്നുമില്ല. അവള് ഇന്റർവ്യൂനെങ്കിലും പോയില്ലേ? നിങ്ങൾ അതും പോട്ടെ ഇവിടെ കുത്തിരിക്കുമല്ലേ ഇന്നെ? പൊട്ടി വലിയ കുടുംബശ്രീക്കാരിയൊക്കെയാ, കുറെ കാർഡല്ലാതെ 10 പൈസയില്ല. അവിടെ ഒന്നും തപ്പിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്ത് കിട്ടുന്ന കാര്യമാണ് നീ പറയുന്നത്? പിന്നെ നിങ്ങൾ എന്താ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു ഉടുപ്പ് തപ്പിക്കൊണ്ടിരിക്കുക. വെള്ളയിൽ കറുത്ത പുള്ളിയുള്ള ഉടുപ്പ് കാണുന്നില്ല. പൈസക്ക് ആവശ്യമുണ്ടാ? ആവശ്യമുണ്ടെങ്കിൽ നീ തരൂ. പിന്നല്ലാണ്ട് അതൊരു ചോദ്യ? ഞാൻ തരും. സത്യം? ആ, സത്യമായിട്ടും 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 തരും. എത്ര രൂപ തരും? അല്ല, നിങ്ങൾക്ക് എത്ര പൈസയാ വേണ്ടേ? എനിക്കൊരു 2000 രൂപയുടെ ആവശ്യം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ 2000 രൂപയില്ല. ഞാൻ കുടുംബശ്രീന്ന് മേടിച്ചു തരും. ശരിക്കും? മേടിച്ചു തരും. പറ്റിക്കരുത്. ഞാൻ വാങ്ങിത്തരും. ആ, എന്താ വിശ്വസിക്കാത്തേ? അല്ല, നീ സാധാരണ ഞാൻ പൈസ ചോദിക്കുന്ന സമയത്ത് നീ പൈസ തരില്ല എന്ന് മാത്രമല്ല, എൻ്റെ വല്ലോണ്ടേ അതും കൂടെ എടുത്തുകൊണ്ട് പോവാ മതി. ഇപ്പം തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ്. അത് ഞാൻ ഇപ്പം സ്നേഹത്തോടെ തരുന്നതല്ലേ നിങ്ങൾക്ക്? അല്ലേ ആ പൈസ? അപ്പം നിങ്ങൾ എനിക്ക് തിരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഉറപ്പായിട്ട് തിരിച്ചു തരും. സത്യമായിട്ട് ഞാൻ തിരിച്ചു തരുവേ. അപ്പം ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മേടിച്ചു തരും. എന്ത് പറ്റി അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരെ? ഞാൻ ഇന്നോട്ട് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന നല്ല ഭാര്യയാകാൻ തീരുമാനിച്ചു. ആ, അപ്പോ ഒന്നുമില്ല, അങ്ങനെ തീരുമാനിച്ചു ഞാൻ. ഓ, ഭയങ്കരം തന്നെ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ? പിന്നെ ആ, അതുപോലെ ഈ വീട്ടിലെല്ലാവരും ഞാൻ സന്തോഷിപ്പിക്കാൻ പോവാ. ഈ വീട്ടിലുള്ള എല്ലാവരെയും? എല്ലാവരും എന്ന് പറയുമ്പം അമ്മയും എൻ്റെ പെങ്ങളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുവോ? പിന്നെ അവർ ഈ വീട്ടിലുള്ള ആൾക്കാരല്ലേ? അല്ല, ഈ അമ്മയും സരിതയാണല്ലോ നിന്റെ ആജീവനാന്ത ശത്രുക്കള്, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ശത്രുക്കളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അടിപൊളി. ഈ പിന്നെ എല്ലാവരെയും സന്തോഷം ആക്കുക എന്നുള്ളതാണല്ലോ നിന്റെ ലക്ഷ്യം. ഈ 2000 എന്നുള്ളതൊരു 5000 ആക്കിയാൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം കൂടും. പക്ഷെ അത് പറ്റത്തില്ല. 2000 മേടിച്ചാൽ എന്തായാലും കുടുംബശ്രീന്ന്. ഞാൻ കുടുംബശ്രീ പോയിട്ട് മേടിച്ചിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ നമുക്കത് 5000 ആക്കാം. ഓ, എന്നാ ഞാൻ മേടിച്ചിട്ട് വരാം. ഇവക്കിതെന്ത് പറ്റി? ആദ്യം ഒരു 10000 രൂപ ചോദിക്കായിരുന്നു, എന്നെങ്കിൽ ഒരു 5000 കൊണ്ട കെട്ടായിരുന്നു. 2000 എങ്കിൽ 2000. എടാ, നീ കൊറേ നേരമായാലും നോക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും അറിയോ നിനക്ക്? മിണ്ടാതിരിക്കുക ചേച്ചി, എനിക്ക് കോൺസെൻട്രേഷൻ പോയി, ഞാൻ തുപ്പം കേട്ടോ. എടാ, എനിക്ക് എന്തെങ്കിലും നല്ല കാലം ഉണ്ടാവാടാ. ഞാൻ അതായി നോക്കുന്ന, കാരണം നല്ല കാലം വരുന്നവരെ ചേച്ചിക്ക് ആയുസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എന്താണ് അങ്ങനെ? ചേച്ചിക്ക് നേർരേഖ ഇല്ല കയ്യില്. അതുകൊണ്ട് നേർരേഖ ഇല്ലാത്ത മനുഷ്യരുണ്ടോ? അപ്പൊ ഇത് നേർരേഖയല്ലേ? ഈ നേരേഖ മൊത്തം വളഞ്ഞു പോകുന്നത്. ഇത് പറ്റത്തൊന്നുമില്ല, ഇത് ഫുള്ള് ബാഡ് ലക്കാണ്. നീ പാടാറുന്നു, നിനക്കൊരു കുന്തം അറിയില്ല. ഹസ്തരേഖ ശാസ്ത്രം അരച്ച കളയെ കുറിച്ച ആളെ സഞ്ജു കോളേജ് എത്ര തമ്മിലാണ് ജീവിതം നഷ്ടപ്പെടുത്തിട്ടുണ്ടെന്ന് അറിയോ ചേച്ചിക്ക്? ഒന്നും അറിയത്തില്ല പോലും. ശരിക്കും? ആണോ? ആ, നോക്കട്ടെ. എടാ സഞ്ജു, കണ്ടാ നീ ഇത് കണ്ടാ? ഇതേ പറഞ്ഞേ. എന്താ? കാരണം ഇതേപോലെ നല്ല കാലം വരുന്നതിന് ഇങ്ങനെ ദുരന്തങ്ങൾ വെച്ചിട്ട് ലൈഫിൽ വന്നുകൊണ്ടേ ഇരിക്കും. അതായി കൈക്കകത്ത് കാണുന്നത്. എടാ, ഞാൻ ദുരന്തമാണോ അവിടെ നിനക്ക്? അച്ഛമ്മ ദുരന്തമെന്നല്ല പറഞ്ഞേ, ഞാനൊരു ഉദാഹരണം പറഞ്ഞ മധുരോട്. അങ്ങനെ വലിയ ഉദാഹരണം ഇങ്ങോട്ട് പറയണ്ട. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല. ആ, നീ ആ പറമ്പ് വരെ എൻ്റെ കൂടെ ഒന്ന് വന്നേ, നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. ബാ. പിന്നെ എന്നെ കൊണ്ടൊന്നും മിണ്ടുന്നില്ല പറമ്പിലോട്ടൊന്നും വരാൻ. നിനക്കെന്താ വന്നാലൊന്നു? അച്ഛമ്മക്ക് വേറെ പണിയൊന്നുമില്ല, ഇവനെ അല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ? എന്നാ നീ കയറി പോ. ഞാൻ പോവും.
വാ അച്ഛമ്മ ഞാൻ വരാം. വേണ്ട, നീ വരണ്ട, അവൻ വന്നാ മതി. അയ്യേ ചമ്മിപ്പോയി. എന്താ ഞാൻ വന്നാ കുഴപ്പം? നിനക്ക് തെങ്ങ കയറാൻ അറിയോ? ആ തെങ്ങാറനാണോ? എന്നാ മധു ബെസ്റ്റ്. ഇവിടെ മനകരുന്നല്ലേ അമ്മ വിളിക്കുന്നത്, കൊണ്ടൊക്കെ. വേണ്ട, വാ വാടാ. നിന്നെ പിന്നെ എന്തിനാടാ ഈ അഗ്രികൾച്ചറോ എന്താണ്ടൊക്കെ പഠിപ്പിച്ചത്? തെങ്ങ കയറാനല്ലേടാ. അച്ഛമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അഗ്രികൾച്ചർ പഠിച്ചെന്ന് വെച്ച് ഞാൻ കിളയ്ക്കാനും തെങ്ങ കയറാനും ഒന്നും വിളിച്ചോണ്ട് പോകല്ലോ. അതൊന്നും അല്ല ഞാൻ പഠിച്ചത്. ഇതിലും വേദം അത് പഠിക്കണായിരുന്നു. അപ്പൊ അച്ഛമ്മക്കെങ്കിലും ഉപകാരം ഉണ്ടായേനെ. നിനക്ക് പഠിക്കായിരുന്നല്ലോ, എന്താ പഠിക്കാനെ? നീ പൊടി. രണ്ടുപേരും ഒന്നും പഠിച്ചിട്ട് എനിക്ക് ഒരു ഭാരവും ഇല്ല. രണ്ടും ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? എന്റെ ദൈവമേ, അച്ഛമ്മക്ക് ഇനി ആയുസ് കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാം നോക്കി നടത്താൻ. എടാ അച്ഛമ്മക്ക് നല്ല ആയുസ് ഉണ്ടാ. അതിന്റെ കയ്യിൽ നല്ല നേർരേഖയുണ്ട്. ആണോ? നീ പഠിച്ചിട്ടുണ്ടോ ഹസ്തരേഖാശാസ്ത്രം? ഞാൻ പഠിച്ചോളാം. നീ അല്ലേ നേരത്തെ പറഞ്ഞേ? പിന്നെ ഇപ്പൊ ഇങ്ങനെ പറയുന്ന ഡയലോഗ് നീ തന്നെയല്ലേ പറഞ്ഞ നേർരേഖ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് നല്ലതെന്നൊക്കെ. പഠിച്ചയാള് പറയുമ്പോ അത് വേറെ. നീ പറഞ്ഞ ചുമ്മാ കണകൂടാ പറയല്ലേ. ഇതൊക്കെ കൈ നോക്കണം. വേണ്ട. എന്നാ പോ. എന്നും ഉറങ്ങി എണീച്ചില്ലേ? അമ്മ ഞാൻ എണീറ്റോളാം, എന്നെ അടിക്കല്ലേ. അല്ല അമ്മ പൊതച്ചു തന്നതാ മക്കളെ. കിടക്ക്. കിടന്നു മക്കള് കിടന്നു. ക്ഷീണം ഉണ്ടാവൂലേ? ഉറങ്ങിക്കോ. അല്ലാതെ അങ്ങനെ അല്ലല്ലോ. ആ മക്കള് കിടന്നേ. എന്റെ മക്കൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. മക്കള് കിടക്ക് കിടക്ക്. അമ്മ പൊതിച്ചു തരാം. കിടക്ക്. അത് ഞാൻ കിടന്ന് എന്നെ വീണ്ടും അടിക്കോ? ഇല്ല. അയ്യേ നീ കിടക്ക് കാല് ശരിക്കും വെച്ചിട്ട് ഉറങ്ങിക്കോ. അടിക്കില്ലല്ലോ. ഇല്ല ഉറങ്ങിക്കോ. നല്ലോണം ഉറങ്ങിക്കോ. ഉറക്കൊക്കെ നല്ലോണം തീർന്നിട്ട് എണീറ്റാ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പൊ ഗുഡ് നൈറ്റ് അല്ലല്ലോ, ഗുഡ് മോർണിംഗ് അല്ലേ? എന്നാ ഗുഡ് മോർണിംഗ്. നേരം വിട്ട് വെച്ചിട്ട് പോത്തോലെ കിടന്നുറങ്ങാ. കൊടുക്കാൻ പറയണ്ട. അമ്മ എന്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറ. അവക്ക് ക്ഷീണം ഉള്ളതുകൊണ്ടല്ലേ ഡി ഉറങ്ങിക്കോട്ടെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അമ്മ. മക്കൾ ഉറങ്ങിക്കോ. മക്കള് കിടന്നു. അവൾ ഉറങ്ങിക്കോട്ടെ. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എന്താ ഇങ്ങനെ ഒരു മാറ്റം? ഞാൻ എൻ്റെ മക്കളെയൊക്കെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ലല്ലോ. എന്റെ അടുത്ത് കഴിയുമ്പോ ഓരോ പണി പറയണ്ടില്ല. അപ്പൊ ഇനിയും പണി വേണോ? എനിക്ക് പണിയൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല ഈ പണിയൊക്കെ ഞാൻ ചെയ്യണത്. എന്നാ പിന്നെ മക്കൾ ചെയ്യേണ്ട ഇഷ്ടമില്ലെങ്കിൽ അമ്മ ചെയ്തോളാം. എന്റെ പൊന്നമ്മ, ഇത് വെറുതെ ഉടായിപ്പ് കുറെ എക്സ്ക്യൂസുകളാ. അമ്മ കുറച്ച് പണി കൂടി കൊടുക്ക്. വേണ്ട, അമ്മ ചെയ്തോളാം. അമ്മ ചെയ്തോ. മോൾ ഉറങ്ങിക്കോ. ഞാൻ അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. പോയിട്ട് അച്ഛമ്മ പറമ്പ് കാണാൻ പോയിട്ടുണ്ട്. അതെയാ? പാവ എൻ്റെ അമ്മക്ക് പിന്നെ അതൊക്കെയല്ലേ ഒരു സന്തോഷം. ഞാനൊന്ന് കണ്ടിട്ട് വരാം. വാ, നീ എന്നാ ഇങ്ങോട്ട് പോരി. അവൾ ഉറങ്ങിക്കോട്ടെ സമാധാനത്തിൽ. വാ, നീ നട്ടിനെ പിടിച്ചു വലിച്ച് താഴെ. ആരുമില്ലടി, അവൾ ഉറങ്ങി എണീറ്റിട്ട് വരട്ടെ. വാ, നിങ്ങളൊന്ന് ഇറങ്ങിപ്പോ. മക്കൾ ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. നീ നടക്ക്. ശരിക്കും കിടന്നോട്ടാ. എന്താ പറ്റി? കഞ്ഞി ഞാനിന്ന് പിടിപിടിക്കും. ഈ കഞ്ഞൊക്കെ തണുത്തിരിക്കണ്ടല്ലോ. അല്ല നീ ഏത് കഞ്ഞി എടുത്തേ? ആ കാലത്തിലുള്ള കഞ്ഞി. അത് ഇന്നലത്തെ ചോറ് ബാക്കി വന്നില്ല, ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാടി. അപ്പൊ പഴം കഞ്ഞിയാണല്ലേ? വെറുതെ അല്ല, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ട്. ഞാൻ കഴുകാം. അല്ല ഞാൻ കഴുകാം. ഞാൻ കഴുകി വെക്കാടി സരിതേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കഴിക്കോളാം. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ കഴുകി വെക്കാൻ പറഞ്ഞേ. അല്ലേ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. നീ കൈ ഇങ്ങനെ നക്കിയല്ലോ. കൈ അങ്ങനെ കുറിച്ച് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാലാവോ? കഴിച്ചു കഴിഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, സാധാരണ എല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കൈയൊക്കെ നക്കുക. അങ്ങനെയല്ല. ഓ, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ തീറ്റ നിർത്തിക്കാനല്ലേ ചേച്ചി പിടിച്ചു വലിച്ചത്? സത്യമായിട്ടും അല്ല. നിനക്ക് ഇനിയും കഞ്ഞിവടങ്ങ് ഞാൻ എടുത്തരും. ഞാൻ എടുത്തരാം. വേണ്ട, അത്ര സ്നേഹമൊന്നും വേണ്ട എൻ്റെ അടുത്ത്. സ്നേഹിക്കാൻ വന്നിക്കണ്. എന്നെ സ്നേഹിക്കാൻ നിൽക്കണ്ട ആരും. അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഞാൻ കഞ്ഞിയായിപ്പോ ഞാൻ തല്ലിയാനെ. എന്നെ സ്നേഹിക്കാനായിട്ട് എൻ്റെ അമ്മയുണ്ട്, മോളുണ്ട്. നിങ്ങൾ സ്നേഹിക്ക് വേണ്ട. ഞാൻ അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ വീട്ടിലുള്ള ആൾക്കാരെ സ്നേഹിക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ ഈ വീട്ടിലാളന്നെയാ. നിങ്ങൾ ഈ വീട്ടിൽ വരുന്ന മുമ്പ് ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നതാ. അത് അന്നേരമായിരിക്കും. ഇപ്പൊ ഈ വീട്ടിലെ റേഷൻ കാർഡിൽ നിന്റെ പേരുണ്ടോ? ഇല്ല. റേഷൻ കാർഡിൽ പേര് അമ്മയെ വിളിച്ചോണ്ടിരും ഞാൻ. അമ്മ പറയട്ടെ. അപ്പൊ ആരെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടുന്ന അറിയാലോ. എന്നാ പിന്നെ പോയിട്ട് നിന്റെ അമ്മേനെ വിളിച്ചിട്ട് വാ. അമ്മേനെ വിളിച്ചിട്ട് വരാനാ? അമ്മ ഞാൻ വിളിച്ചിട്ട് വരും. വിളിച്ചിട്ട് പോ പോയിട്ട്. അത് വിളിച്ചിട്ട് കൊടുക്കാം.
കഞ്ഞു കൂട്ടിയിട്ട് വിളിക്കും. ഇതല്ലേ ടേസ്റ്റില്ലാന്ന് പറഞ്ഞു പിന്നെ വാരി വാരി വലിച്ച് കേട്ടുന്നുണ്ടല്ലോ. ഭക്ഷണത്തിൽ കുറ്റിക്കാറില്ല. എന്താണ് കുറ്റം പറഞ്ഞോണ്ടല്ലേ ആ വായോട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത്. തൈര് തേയിലൊക്കെ ഒരു വഴിക്ക്. ഭ്രാന്തത്തി മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കൂല.